നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ctly.ioയുടെ ഒരു അപ്ഡേഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഗുഡ് ന്യൂസാണ് നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ കിട്ടിയിരിക്കുന്നത്. കാരണം ഇവരുടെ നമ്മുടെ കമ്മ്യൂണിറ്റി ഓരോ ദിവസം കഴിയുമ്പോഴും ഇങ്ങനെ ആളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ ആൾക്കാർ ജോയിൻ ചെയ്യുന്ന പ്രൊജക്റ്റ് ആയതുകൊണ്ടും അവരിപ്പോൾ പറയുന്നത് അവരുടെ വാലറ്റ് അവർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു വാലറ്റ് ആയിരുന്നത് അവരിപ്പോൾ 5 വാലറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് ഈ വാലറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഓരോ വാലറ്റും ഒരെണ്ണം വന്നിട്ട് നമ്മുടെ പോളിഗൺ ബ്ലോക്ക് ചെയിനിലും 3 വന്നിട്ട് BSCയുടെ ബ്ലോക്ക് ചെയിനിലുമാണ് അവർ നമ്മുടെ വാലറ്റുകൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത്. ഇപ്പം മൊത്തം 5 വാലറ്റ് ഉണ്ട്. 5 വാലറ്റ് ഉള്ളപ്പോൾ 5ലും അവർ ഫണ്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ലിക്വിഡിറ്റിയൊക്കെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ക്രിപ്റ്റോ പ്രൊജക്റ്റുകളൊക്കെ പരിചയപ്പെടുത്തിയാൽ നമുക്ക് മിക്കതിലും നമ്മുടെ ലിക്വിഡിറ്റി എല്ലാം അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. ഇതൊരു നല്ല പോസിറ്റീവ് ന്യൂസായിട്ടാണ് എൻ്റെ ഒരു അനാലിസിസിൽ എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു വാലറ്റ്, ഇത്രയും വാലറ്റുകൾ എല്ലാം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പോളിഗൺ ബ്ലോക്ക് ചെയിനിലെ ഈ ഒരു വാലറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അവരുടെ വാലറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും വാല്യൂ ഇൻ മാറ്റിക് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഇത്രയും മാറ്റിക് വർത്തുള്ള ഇത്രയും മാറ്റിക് അവരിവിടെ ലിക്വിഡിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ USD വർത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ 74,926 USD വാല്യൂ ഉള്ള ലിക്വിഡിറ്റി അവരിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാലറ്റിൽ. അത് കഴിഞ്ഞ് നമുക്കൊന്ന് ബാക്കിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് സെക്കൻഡ് വാലറ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കാണാൻ പറ്റും, ഇവിടെ 36,469 വാല്യൂ ഉള്ള ലിക്വിഡിറ്റി ഉള്ള USDT നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. USDT അല്ല, BNB ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് മാക്സിമം എല്ലാ വാലറ്റിലും അവർ ഫണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഫണ്ട് ചെയ്ത് നമുക്കുള്ള യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുണ്ട് 34,000. ഓക്കെ, ഇത് ഞാൻ രാവിലെ നോക്കുമ്പോൾ ഇത്ര ഇല്ലായിരുന്നു. അപ്പോൾ വീണ്ടും കുറച്ചുകൂടി ലിക്വിഡിറ്റി അവർ ആഡ് ചെയ്തു. ഇതിൽ 32,000 ഉണ്ട് ഈ വാലറ്റിൽ. അപ്പോൾ അടുത്ത വാലറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 54,000, ഇതിൽ ഒരു വലിയ ഫണ്ടിങ് തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും വാലറ്റ് അവർ സ്മൂത്ത് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ് ഇത്രയും വാലറ്റ് കൂടി ആഡ് ചെയ്തത്. കാരണം വേൾഡ് വൈഡുള്ള എല്ലാവരും കോയിൻ അതായത് നമ്മുടെ പ്രോഫിറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കോയിൻ സ്റ്റേക്കിങ്ങിലിടുമ്പോൾ 3% കിട്ടുന്നത് 15 ദിവസം കഴിയുമ്പോൾ അവർ സെല്ല് ചെയ്യുന്നുണ്ട്. സെല്ല് ചെയ്യുമ്പോൾ അവരുടെ സ്മൂത്ത് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ് ഇത്രയും വാലറ്റ് ആഡ് ചെയ്ത് ഇത്രയും ലിക്വിഡിറ്റി ആഡ് ചെയ്ത്. ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് USDT ആയിട്ട് ബിനാൻസിലോട്ട് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അവർ മാക്സിമം ഇത്രയും ലിക്വിഡിറ്റി ആഡ് ചെയ്ത സ്ഥിതിക്ക് അവർ കുറച്ചുകൂടി നമുക്ക് മാക്സിമം കൂടുതൽ ടൈം കിട്ടും മൈനിങ്ങിനും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഫണ്ട് ആഡ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും പറ്റും. കാരണം ഇത്രയും ലിക്വിഡിറ്റി അതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറ്റും. അതുപോലെ തന്നെ അവർക്ക് സപ്പോർട്ടെല്ലാം അവൈലബിൾ ആണ്, നമുക്ക് അവർ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഒരാൾ തന്നെ ഈ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ എത്ര നാൾ മൈനിങ് കാണും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോയിൻ ലിസ്റ്റഡ് ആയി കഴിഞ്ഞിട്ട് മൈനിങ് ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് മൈനിങ് ഈ ഇടയ്ക്കൊന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യത്തില്ല. കാരണം 75% ടോക്കൺസും സെല്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് നമ്മുടെ ലിസ്റ്റിങ്ങിലോട്ടൊക്കെ പോവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ സൈറ്റിലോട്ട് വരാം. ഈ ടോക്കൺ എന്ന് പറയുന്ന സെക്ഷനിലോട്ട് വരുമ്പോൾ ടോക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് വരുമ്പോൾ അറിയാം 34% മാത്രമേ ഇവിടെ സോൾഡ് ആയിട്ടുള്ളൂ. കോയിൻ ഒരു 75% സോൾഡ് ആയി കഴിഞ്ഞിട്ട് 70% സോൾഡ് ആയിട്ട് കഴിഞ്ഞിട്ടേ നമുക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല ടൈമുണ്ട്. നമുക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് ഉണ്ടായാൽ തന്നെ മൈനിങ് കണ്ടിന്യൂ ചെയ്യും എന്നാണ് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. അതുപോലെ തന്നെ ഇവിടെ താഴോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ ലിസ്റ്റിംഗ് അഥവാ ലിസ്റ്റ് ആയിക്കഴിഞ്ഞ ഒരു മൈനിങ് സ്റ്റോപ്പ് ചെയ്താൽ പോലും നമുക്കൊരു നല്ലൊരു ഹൈക്ക് പ്രതീക്ഷിക്കും. കാരണം ഈ പറയുന്ന എക്സ്ചേഞ്ചിൽ ഹോബി, അതുപോലെ ഗേറ്റ്.io, ബൈബിറ്റ്, കുക്കോയിൻ, ഈ പറയുന്ന എക്സ്ചേഞ്ചിലൊക്കെ ഒരു കോയിൻ ലിസ്റ്റ് ആകുമ്പോൾ അത് 90% ആ കോയിൻ പമ്പാവും. കാരണം കൂടുതൽ ബൈയിങ് നടക്കും, കൂടുതൽ ട്രേഡ് നടക്കുന്ന, കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന എക്സ്ചേഞ്ചിലാണ് ഇതൊക്കെ. അപ്പോൾ അവരുടെ സെക്കൻഡ് ഒരു ലിസ്റ്റിംഗ് ആണ് ബിനാൻസിലോട്ടൊക്കെ വരുന്നത്.
അപ്പോൾ ആദ്യം ഇത്രയും ഇതിൽ ലിസ്റ്റായാൽ തന്നെ നമുക്ക് അത്രയും വരുമാനം കിട്ടും. അപ്പോൾ ക്യാറ്റ്ലി ആയിട്ട് വെക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് USDT ആക്കിയിട്ട് അതിൻ്റെ പ്രോഫിറ്റ് എടുക്കാം. ഇത് ഓൾറെഡി ഇതിൽ നമ്മൾ ഇത് ഈ ക്യാറ്റ്ലിയിലെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഞാൻ കുറച്ച് പേരെടുത്തുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ 15 ദിവസം കഴിയുമ്പോഴും $100 അല്ലെങ്കിൽ $200 $300 വിഡ്രോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സ്മൂത്ത് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ ഞാനിപ്പോൾ 4899 ക്യാറ്റ്ലി ടോക്കൺ ഇവിടെ സ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഡെയിലി കിട്ടുന്ന ടോക്കൺ എന്ന് പറയുമ്പോൾ ഒരു 146 കോയിനാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ബൈ ചെയ്ത് വയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. അപ്പോൾ നമുക്ക് ഈ 15 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ 3% വെച്ചിട്ട് നമുക്ക് 15 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ റിട്ടേൺ നമുക്ക് എടുക്കാം. USDT ആയിട്ട് ബിനാൻസിൽ എടുക്കാം, അല്ലെങ്കിൽ അത് റീസ്റ്റേക്ക് ചെയ്യാം. നമ്മുടെ ഇഷ്ടം പോലെ നമുക്കത് ചെയ്യാം. അതുപോലെ തന്നെ 30 ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമുക്ക് ഇട്ട ഫണ്ടിന് മുകളിൽ വരും. പിന്നെ നമുക്ക് ബൈബാക്ക് ചെയ്യുമ്പോൾ 0.003 വെച്ചിട്ടാണ് നമുക്കിതിൽ സെല് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. നമ്മളിവിടെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമുക്കൊരു 50,000 കോയിൻ വാങ്ങിയിട്ടാൽ നമുക്കൊരു $4 വെച്ചിട്ട് ഡെയിലി കിട്ടും. $4 വെച്ചിട്ട് നമുക്ക് 15 ദിവസം കഴിയുമ്പോൾ നമുക്കത് വിഡ്രോ ചെയ്യാം. അത് അടുത്ത 15 ദിവസം വീണ്ടും $4 വെച്ചിട്ട് ഡെയിലി എടുത്തിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. മിക്കവരും 1 lakh കോയിനൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ 1 lakh കോയിൻ എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ഒരു $9 അല്ലെങ്കിൽ ഒരു $10 വെച്ചിട്ട് കിട്ടും. അങ്ങനെ രീതിയിൽ ചെയ്തു പോകുന്ന ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞൊരു 1.5-2 മാസമായിട്ട് നല്ല രീതിയിൽ ഏണിങ്സ് ഈ ഒരു സൈറ്റിൽ നിന്ന് ഉണ്ടാക്കിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ ഇപ്പോൾ വന്ന ഈ ഒരു പോസിറ്റീവ് ന്യൂസിൽ കൂടുതൽ ലിക്വിഡിറ്റി ആഡ് ചെയ്ത്, കൂടുതൽ വാലറ്റ് ആഡ് ചെയ്തു. അപ്പോൾ ഇനിയും ഒരുപാട് മെമ്പേഴ്സ് വരും. അത് അവർക്കുള്ള USDT ട്രാൻസാക്ഷനൊക്കെ സ്മൂത്താക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇവർ പറയുന്ന രീതിയിൽ, ഇവർ പറയുന്ന റോഡ് മാപ്പിൽ പറയും പോലെ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരുടെ NFT റിലീസാവും. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കുറേ എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് NFT ഒക്കെ ഒരുപാട് പേര് വാങ്ങി വയ്ക്കും. അങ്ങനെയാണെങ്കിൽ വാങ്ങാനുള്ള സാധ്യത ഉണ്ട്. കറക്റ്റ് രീതിയിൽ വർക്കൗട്ട് ഒരു പറഞ്ഞ രീതിയിൽ പോവുകയാണെങ്കിൽ. ഞാൻ ഓൾറെഡി 4899 ഇത്രയും കോയിൻസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് വന്ന ന്യൂസ് എനിക്ക് പോസിറ്റീവ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാറ്റ്ലിയെ കുറിച്ചുള്ളത്. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്ക്. അതുപോലെ തന്നെ എങ്ങനെ ജോയിൻ ചെയ്യുന്നു എന്നുള്ള വീഡിയോയും, അതുപോലെ തന്നെ എൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയും എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്ക്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന ഈ ഒരു ലൈക്കും നിങ്ങൾ തരുന്ന ഒരു കമൻറ്റും അതുപോലെ തന്നെ അഭിപ്രായങ്ങളുമാണ് നമുക്ക് മാക്സിമം നല്ല വീഡിയോസ് നോക്കി ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയും നല്ല ബെറ്റർ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തേക്കാൻ ജോയിൻ ചെയ്യുക. ഇനി വരുന്ന നല്ല പ്രൊജക്റ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും ലോസ് ഇല്ലാതെ തന്നെ ചെയ്യാവുന്ന മാക്സിമം നല്ല പ്രൊജക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. താങ്ക് യു.